ഇസ്ലാമും മനുഷ്യ നന്മയ്ക്ക് വേണ്ടി എല്ലാ നിലയിലും മുന്നോട്ട് പോകണമെന്ന് പ്രഖ്യാപിക്കുന്ന മതമാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് വളരെ ബോധപൂർവം ഇസ്ലാം സമം ഭീകരവാദം എന്നുള്ള ആശയം പ്രചരിപ്പിക്കാനുള്ള ശ്രമം ചില രാഷ്ട്രീയ താല്പര്യങ്ങളുടെ ഭാഗമായി നടക്കുന്നു എന്നുള്ളത് നമുക്കൊക്കെ അനുഭവങ്ങളിലൂടെ അറിയാവുന്ന കാര്യമാണ്. വളരെ ബോധപൂർവം അത്തരം പ്രചരണങ്ങൾ വ്യാപിപ്പിക്കാൻ സമൂഹത്തിൽ അത്തരം വിഭാഗീയ ചിന്താഗതികൾ ശക്തിപ്പെടുത്താനുള്ള ശ്രമം വലിയ നിലയിൽ നടക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. വളരെ ബോധപൂർവം അത്തരം പ്രചരണങ്ങൾ നടക്കുന്നു. ഒരു ഭാഗത്ത് കപടദേശീയത, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത നാനത്വത്തിലെ ഏകത്വം എന്നുള്ളതാണ്. മതനിരപേക്ഷതയാണ് നമ്മുടെ ഭരണഘടനയിലെ പല ആശയങ്ങളിലും ഏറ്റവും സൗന്ദര്യമുള്ളത്. ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരും അവരുടെ വിശ്വാസം മുൻനിർത്തി മുന്നോട്ട് പോകുന്നത് പോലെ തന്നെ മാനവിക ഐക്യം വളരെ പ്രധാനമാണ്. എല്ലാ മതങ്ങളിൽ വിശ്വസിക്കുന്നവർക്കും അവരുടെ വിശ്വാസം മുൻനിർത്തി മുന്നോട്ട് പോകാനുള്ള അവകാശം നമ്മുടെ രാജ്യത്ത് നൽകുന്നുണ്ട്. മതനിരപേക്ഷതയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് പോരാടിയിട്ടുള്ളത്. ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗമോ മാത്രം പൊരുതി നേടിയതല്ല നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ രക്തസാക്ഷികളായവരുടെ കണക്ക് പരിശോധിച്ചാൽ നമുക്കത് കാണാൻ വേണ്ടി സാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ പൊതുവെ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ മതനിരപേക്ഷത നമ്മുടെ രാജ്യത്തിൻ്റെ അടിത്തറയാണ്. എല്ലാ മതവിഭാഗങ്ങളും സാഹോദര്യത്തോടുകൂടി ഇന്ത്യയിൽ ജീവിക്കണം എന്നുള്ളത് നമ്മുടെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ആശയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അപകടകരമായ ചില പ്രവണതകൾ കടന്നു വരികയും അപരവൽക്കരണം ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുകയും ഇസ്ലാം സമം ഭീകരവാദം എന്ന പ്രചരണം അസംബന്ധം പ്രചരിപ്പിക്കാനുള്ള ശ്രമം നടക്കുകയും ചെയ്യുകയാണ്. അവിടെ ചില ദുർവ്യാഖ്യാനങ്ങളും കടന്നു വരും. അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് ഇവിടെ വളരെ കൃത്യമായി ഇത്തരം ഇടപെടലുകൾ, വാചകങ്ങളോ വാക്കുകളോ മാറാതെ മതഗ്രന്ഥങ്ങളിലെ ആശയം ശരിയായ അർത്ഥത്തിൽ മനുഷ്യരിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നത്.